പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി, മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര, അശ്വതി, ഭരണി, കാർത്തിക എന്നിങ്ങനെയുള്ള 11 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ജൂലൈ മാസം 6-ാം തീയതി ഞായറാഴ്ച എന്ന് പറയുന്നത് ജ്യോതിഷ ഫലപ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം പ്രാധാന്യമറിയിക്കുന്ന ചില കാര്യങ്ങൾ സംഭവിക്കുകയും അതോടൊപ്പം തന്നെ നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ചില അനുഭവങ്ങൾ ഉണ്ടാകുവാൻ പോകുന്നതുമായ ഒരു ദിവസമായിരിക്കും. കാരണം പലപ്പോഴും ശനിയുടെ വക്രഗതിയിലുള്ള സഞ്ചാരം പല വ്യക്തികളിലും ഗുണകരവും ദോഷകരവുമായ ചില ഫലങ്ങളായിരിക്കും സൃഷ്ടിക്കുന്നത്. അപ്രകാരം നോക്കുമ്പോൾ ഈ ജൂലൈ 6-ാം തീയതി ഞായറാഴ്ച ഈ 4 രാശിയിൽപ്പെടുന്ന 11 നക്ഷത്രക്കാരിലും ശനിയുടെ സ്വാധീനം വളരെയധികമാണ് നിലനിൽക്കുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ ശനിയുടെ വക്രഗതിയിലുള്ള സഞ്ചാര സമയത്ത് ശനി നൽകുന്ന സ്വാധീനത്തിന് ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ വളരെയധികം പ്രാധാന്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ശനിയുടെ വക്രഗതിയിലുള്ള സഞ്ചാരം കൊണ്ട് ജൂലൈ മാസം 6-ാം തീയതി ഞായറാഴ്ച ഈ 11 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ ആദ്യമായി ശനിയുടെ വക്രഗതിയിലുള്ള സഞ്ചാരഫലമായി ഈ ജൂലൈ മാസം 6-ാം തീയതി ഞായറാഴ്ച ശനിയുടെ ഗുണകരമായ സ്വാധീനം വളരെയധികം ലഭിക്കുന്നതിനാൽ ജീവിതത്തിൽ വ്യത്യസ്തമായ പല ശുഭകാര്യങ്ങളും അനുഭവിക്കുവാനുള്ള യോഗം നിലനിൽക്കുന്ന രാശിക്കാരായി വരുന്നത് പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി വരുന്ന മീനം രാശിക്കാരാണ്. മീനം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ദിവസം ശനിയുടെ സ്വാധീനം വളരെയധികം നിലനിൽക്കുന്നതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളായിരിക്കും സൃഷ്ടിക്കുന്നത്. ഇതിൽ പ്രത്യേകിച്ച് പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രത്തിൽ പിറന്ന ഭൂരിഭാഗം വ്യക്തികളും ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയും സാമ്പത്തിക പ്രതിസന്ധികളിലൂടെയും കുടുംബത്തിൽ മനസ്സമാധാനമില്ലാത്ത അവസ്ഥയിലൂടെയുമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് മിക്ക ആളുകൾക്കും നിങ്ങൾ എന്താണോ മനസ്സിൽ ചിന്തിക്കുന്നത് അതിന് നേരെ വിപരീതമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അതായത് നിങ്ങളുടെ പ്രതീക്ഷയുടെ 1% പോലും ജീവിതത്തിൽ ഫലപ്രാപ്തി കാണുവാൻ കഴിയാത്ത തരത്തിലുള്ള ദുരിതങ്ങളിലൂടെയാണ് ഇന്നത്തെ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഭൂരിഭാഗം മീനം രാശിയിൽ പിറന്നവരും ജീവിതം തള്ളി നീക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ ജീവിതത്തിൽ കാര്യമായ ഒരു നേട്ടങ്ങളും ഇതുവരെ അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടില്ലാത്ത മീനം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് വരെ ഈ ജൂലൈ മാസം 6-ാം തീയതി ഞായറാഴ്ച ശനിയുടെ സ്വാധീനം വളരെ അനുഗ്രഹഭാവത്തിൽ നിൽക്കുന്നതിനാൽ തന്നെ പല രീതിയിലുള്ള ശുഭകാര്യങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും നിങ്ങളെ തേടിയെത്തും. അതുപോലെ തന്നെ കുടുംബത്തിലെ ചില പ്രിയപ്പെട്ടവരുമായി വളരെ അപ്രതീക്ഷിതമായി ഉണ്ടായ ചില പ്രശ്നങ്ങൾ കൊണ്ട് മനസമാധാനം നഷ്ടപ്പെട്ട ചില മീനം രാശിക്കാരുണ്ട്. നിങ്ങൾക്ക് അവരുമായി എങ്ങനെയെങ്കിലും സ്നേഹത്തിൽ കഴിയണം എന്ന് തന്നെയാണ് മനസ്സിൽ ആഗ്രഹമെങ്കിലും കുറച്ച് ദിവസങ്ങളായി അതിന് കഴിയുന്നില്ലാത്ത അവസ്ഥയാണ് നിലനിൽക്കുന്നത്. എന്നാൽ ഈ ജൂലൈ 6-ാം തീയതി ഞായറാഴ്ച ഇത്തരത്തിലുള്ള പ്രശ്നം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിൽ നിന്ന് അകന്നു പോകുമെന്ന് നിങ്ങൾ ഭയക്കുന്ന ചില വ്യക്തികളുമായി കൂടുതൽ സമയം ചിലവഴിക്കുവാനും അവരുമായി നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിക്കുവാനുമുള്ള യോഗവും കാണുന്നുണ്ട്. മാത്രമല്ല, ഇത് നിങ്ങൾക്ക് നൽകുവാൻ പോകുന്ന സന്തോഷം ചെറുതൊന്നുമായിരിക്കില്ല. ഇനി അതുപോലെ തന്നെ
വ്യക്തിപരമായി ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ചില മീനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുണ്ട്. അതായത് ചില സമയത്ത് നിങ്ങളുടെ സ്വഭാവ രീതികളിൽ പോലും ചില മാറ്റങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കാറുണ്ട്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ചില കാര്യങ്ങൾ സ്വയം ചെയ്യുന്നതിൽ ഭയവും ചില സമയത്ത് സ്വന്തം അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കുവാനുള്ള മടിയുമുള്ള ചില വ്യക്തികൾ ഇന്നത്തെ ഈ അധ്യായം കാണുന്നുണ്ട്. എന്നാൽ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി ചില കാര്യങ്ങൾ കൃത്യമായി പറയുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ തന്നെ പലപ്പോഴും ചിന്തിക്കാറുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അത്തരത്തിൽ ചിന്തിച്ചിരുന്ന പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ശനിയുടെ സ്വാധീനം നിങ്ങളുടെ സ്വഭാവ രീതികളിൽ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു മാറ്റമുണ്ടാവുകയും ഇത് നിങ്ങളിൽ കൂടുതൽ ആത്മവിശ്വാസം വളർത്തിയെടുക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ മീനം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് പുതിയ വാഹനം വാങ്ങുവാനും പുതിയതായി എന്തെങ്കിലും വിലപിടിപ്പുള്ള വസ്തുക്കൾ വാങ്ങുവാനുമൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ദിവസമായിരിക്കും ഈ ജൂലൈ മാസം 6-ാം തീയതി ഞായറാഴ്ച എന്ന് പറയുന്നത്. എന്തുകൊണ്ടും ഈ ശനിയുടെ സ്വാധീനം നിങ്ങൾക്ക് മികച്ച ആരോഗ്യസ്ഥിതിയും സാമ്പത്തിക സ്ഥിതിയും ഒപ്പം തന്നെ മനസ്സിന് വളരെയധികം സന്തോഷം നൽകുന്ന ചില അനുഭവങ്ങളുമായിരിക്കും സമ്മാനിക്കുവാൻ പോകുന്നത്. ഇനി രണ്ടാമതായി ഈ ജൂലൈ മാസം 6-ാം തീയതി ഞായറാഴ്ച ജീവിതത്തിൽ വളരെയധികം ശുഭകരമായിട്ടുള്ള പല കാര്യങ്ങളും നടക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ്. നിങ്ങൾ എന്തൊക്കെ തരത്തിലുള്ള കഷ്ടപ്പാടുകളിലൂടെയും മനപ്രയാസങ്ങളിലൂടെയും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികളാണെങ്കിലും നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണോ അതിനുള്ള ഒരു പ്രതിവിധി കാണുവാൻ കഴിയുന്ന ഒരു ദിവസമായിരിക്കും ഈ ജൂലൈ മാസം 6-ാം തീയതി ഞായറാഴ്ച എന്ന് പറയുന്നത്. നിങ്ങളിൽ നിലനിൽക്കുന്ന 100% പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിലും നിങ്ങളെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങളുടെ പരിഹാരം കാണുവാനും നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ നീറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിങ്ങളിൽ സന്തോഷം നിറഞ്ഞ ചില അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമായിട്ടാണ് ഫലപ്രകാരം കാണുന്നത്. അതോടൊപ്പം തന്നെ ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ജൂലൈ 6-ാം തീയതി ഞായറാഴ്ച നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരുമായി കുറച്ചധികം സമയം ചിലവഴിക്കുവാനും ചില യാത്രകൾ ചെയ്യുവാനുള്ള യോഗവും നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല വളരെ കാലമായി പരസ്പരം കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന ചില വ്യക്തികളെ കാണുവാനും അവരോടൊപ്പം ചിലവഴിക്കുന്ന ചില നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വിലപ്പെട്ട ചില നിമിഷങ്ങളുമായിരിക്കും. ഇനി എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന ചിങ്ങം രാശിക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ശമനം കൈവരുകയും മികച്ച ആരോഗ്യസ്ഥിതി ശനിയുടെ അനുഗ്രഹത്താൽ വന്നു ചേരുകയും ചെയ്യും. ഒപ്പം തന്നെ ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികളുടെ സാമ്പത്തിക മേഖലയിലും വളരെ മികച്ച നേട്ടങ്ങളും അപ്രതീക്ഷിതമായ ധനവരവുകളും ഉണ്ടാകുവാൻ പോകുന്നതുമായും ഫലത്തിൽ കാണുന്നുണ്ട്. ഇനി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, ചില ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ചില സന്തോഷ വാർത്തകൾ കേൾക്കുവാനും ചില മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനുമുള്ള യോഗവും ഈ ഒരു ദിവസം നിലനിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടും ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിൽ എന്തെന്നില്ലാത്ത പോസിറ്റീവ് ഊർജം നിലനിൽക്കുകയും നിങ്ങൾക്ക് വ്യക്തിപരമായി ചില സന്തോഷങ്ങൾ അനുഭവിക്കുവാനും നിങ്ങളോടൊപ്പം നിൽക്കുന്നവരെ സന്തോഷിപ്പിക്കുവാനും കഴിയുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഇത്. ഇനി മൂന്നാമതായി ഈ ജൂലൈ മാസം 6-ാം തീയതി ഞായറാഴ്ച ശനിയുടെ വക്രഗതിയിലുള്ള സഞ്ചാരം കൊണ്ട് വളരെയധികം നേട്ടങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗം കൈവന്നിരിക്കുന്ന രാശിക്കാരായി വരുന്നത് ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്നിരാശിക്കാരാണ്. ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്നിരാശിക്കാരായിട്ടുള്ള ചില വ്യക്തികൾ
ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മാനസിക സംഘർഷം കൊണ്ടും പല വിധത്തിലുള്ള ജീവിത പ്രാരാബ്ദങ്ങൾ കൊണ്ടും നിങ്ങളുടെ മാനസിക ആരോഗ്യം പോലും വളരെ മോശമായ നിലയിലാണ് ഇപ്പോഴുള്ളത്. ഇതിൽ ചില വ്യക്തികൾക്കാകട്ടെ സാമ്പത്തികമായി പ്രശ്നങ്ങൾ ഒന്നുമില്ലെങ്കിലും കുടുംബത്തിൽ മനസമാധാനം ഇല്ലാത്തതിനാലും സന്തോഷമില്ലാത്തതിനാലും മാനസികമായി വളരെയധികം സംഘർഷം അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ഇനി മറ്റു ചിലരാണെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങളോടൊപ്പം തന്നെ മറ്റുള്ള പ്രശ്നങ്ങളും അനുഭവിച്ചു വരുന്നു. പ്രത്യേകിച്ച് സ്വന്തമായി ഒരു വീടില്ലാതെ വളരെ നാളുകളായി വാടക വീട്ടിൽ കഴിയുകയും വാടക പോലും കൃത്യമായി കൊടുക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുന്ന ചില കന്നിരാശിയിൽ പിറന്ന വ്യക്തികളുണ്ട്. എന്നാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ശനിയുടെ ഈ അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്ന ഈ ഒരു സമയത്ത് നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ ഒരു ഉയർച്ച ഉണ്ടാകും എന്നുള്ളത് ഫലത്തിൽ വ്യക്തമാണ്. പ്രത്യേകിച്ച് ബിസിനസ് ഒക്കെ ചെയ്യുന്ന വ്യക്തികൾക്കൊക്കെ ഈ ഒരു ദിവസം ബിസിനസ്സിന് വേണ്ടി ചില പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിനെ പറ്റി തീരുമാനങ്ങൾ എടുക്കുവാനും അത് നിങ്ങൾക്ക് തീർത്തും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള നേട്ടങ്ങൾ നൽകുകയും ചെയ്യും. അതോടൊപ്പം തന്നെ വീട് പണി തുടങ്ങി വെച്ചിട്ട് അതിൻ്റെ പണി പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ വളരെയധികം തടസ്സങ്ങൾ നേരിടുകയും സാമ്പത്തികമായി തടസ്സം നിലനിൽക്കുന്നതിനാൽ ഇനി എന്ത് ചെയ്യുമെന്നുള്ളതിന് ഉത്തരമില്ലാതെ നിൽക്കുന്ന ചില കന്നിരാശിക്കാരുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഈ ജൂലൈ മാസം 6-ാം തീയതി ഞായറാഴ്ചയോടെ നിങ്ങൾക്ക് അതിനു വേണ്ട ചില സാമ്പത്തിക വഴികൾ ഒരുങ്ങി വരികയും നിങ്ങളുടെ വീടിൻ്റെ പണി പൂർത്തീകരിക്കുവാനുള്ള യോഗമുണ്ടാവുകയും ചെയ്യും. മാത്രമല്ല ഈ ഒരു സമയത്ത് ശനിയുടെ അനുഗ്രഹത്താൽ വിവാഹ തടസ്സം അനുഭവിച്ചു വരുന്ന കന്നിരാശിയിൽ പിറന്ന വ്യക്തികൾക്കൊക്കെ വിവാഹ തടസ്സം മാറി ഏറ്റവും അനുയോജ്യമായ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനുള്ള യോഗം കൈവരും. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ചില കന്നിരാശിയിൽ പിറന്നവർ ഈ ഒരു ദിവസം തന്നെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുന്ന ഒരു ദിവസം കൂടിയായിരിക്കും. ഇനി കന്നിരാശിയിൽ പിറന്ന വ്യക്തികളുടെ ആരോഗ്യസ്ഥിതിയെ പറ്റി പറയുവാനാണെങ്കിലും ഈ ഒരു ദിവസം നിങ്ങളുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾ ആരോഗ്യം മറന്നുകൊണ്ട് ഒരു പ്രവൃത്തിയും ചെയ്യുവാൻ നിൽക്കരുത്. അതൊഴിച്ചാൽ ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്നിരാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ജൂലൈ മാസം 6-ാം തീയതി എന്ന് പറയുന്നത് ജീവിതത്തിൽ വളരെ ശുഭകരമായ പല അനുഭവങ്ങളും ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. ഇനി 4-മതായി ശനിയുടെ വക്രഗതിയിലുള്ള സഞ്ചാരം ഏറ്റവും അധികം അനുഗ്രഹങ്ങൾ നൽകുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് അശ്വതി, ഭരണി, കാർത്തിക വരുന്ന മേടം രാശിക്കാരാണ്. മേടം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ സംസാരത്തിലും പ്രവൃത്തിയിലും ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും പോലും വളരെയധികം മികവ് പുലർത്തുവാൻ കഴിയുകയും അതിലൂടെ ചില അംഗീകാരങ്ങളും ചില നേട്ടങ്ങളും നിങ്ങളെ തേടിയെത്തുകയും ചെയ്യുന്ന ഒരു സമയമായിരിക്കും ഇത്. അതോടൊപ്പം തന്നെ മേടം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ചില പഴയകാല സ്വപ്നങ്ങളെ, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ചില ആഗ്രഹങ്ങളെ പൊടി തട്ടിയെടുക്കുവാനും വീണ്ടും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചില കാര്യങ്ങൾ ചെയ്തു തുടങ്ങുവാനുമുള്ള ചിന്ത നിങ്ങളിലേക്ക് ഈ ഒരു ദിവസം വരുവാനിടയുണ്ട്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായിട്ടും നിങ്ങൾ ചെയ്യുവാൻ മറന്നുപോയതും ഇനി തുടരണമെന്ന് ആഗ്രഹിക്കുന്നതുമായ ചില കാര്യങ്ങൾ വീണ്ടും പുനരാരംഭിക്കുവാനുള്ള യോഗം ശനിയുടെ അനുഗ്രഹത്താൽ മേടം രാശിക്കാർക്ക് ഈ ഒരു സമയത്ത് കൈവരുന്നുണ്ട്. അതുമാത്രമല്ല, സാമ്പത്തികമായും മാനസികപരമായും ആരോഗ്യപരമായുമെല്ലാം തന്നെ ഏറ്റവും മികച്ച ഒരു സമയമായിരിക്കും മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ജൂലൈ മാസം 6-ാം തീയതി ഞായറാഴ്ച എന്ന് പറയുന്നത്. ഒപ്പം തന്നെ
നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ചില യാത്രകൾ ചെയ്യുവാനും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില വ്യക്തികളുമായി നേരിട്ട് കണ്ട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുവാനും ഈ ഒരു ദിവസം ഇടവരും. മാത്രമല്ല, ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ നേട്ടങ്ങൾ മാത്രമായിരിക്കും നൽകുവാൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള 4 രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ജൂലൈ മാസം 6-ാം തീയതി ഞായറാഴ്ച എന്ന് പറയുന്നത് ജീവിത നേട്ടങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ കഴിയുന്ന ഒരു ദിവസമായിരിക്കും. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.